ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം. ആത്മീയ വസന്തം. ആത്മീയ വസന്തം. ചരിത്രത്തിൻ്റെ പ്രതീക്ഷയാണ് യുവാക്കൾ. ഇന്നത്തെ ലോകം ഈ നിലയിൽ നിൽക്കുന്നത് ചരിത്രം പ്രതീക്ഷ അർപ്പിച്ച യുവത്വത്തിൻ്റെ ഒരു അനന്തരഫലം തന്നെയാണത്. മനുഷ്യ സംസ്കാരം ജന്മം കൊണ്ട നിമിഷം മുതൽ യുവാക്കളിൽ അവർ ഒത്തിരി പ്രതീക്ഷിച്ചു. അതുകൊണ്ട് തന്നെ എല്ലാ വിജ്ഞാനശാഖകളും ഒന്ന് എടുത്തു നോക്കുക. എല്ലാ വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നത് യുവാക്കൾക്കും യുവതികൾക്കും വേണ്ടിയാണ്. മകനെ മകളെ എന്ന് വിളിച്ചുകൊണ്ട് അവരെ നല്ല വഴിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് എല്ലാ വിജ്ഞാനപ്രദമായ പുസ്തകങ്ങളും. തിരുവുള്ളവരും സങ്കീർത്തകൻ, സഭാപ്രസംഗകർ തുടങ്ങിയവരെല്ലാവരും ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് എഴുതിയത്. ബൈബിളിൽ 73 പുസ്തകങ്ങളുണ്ട്. ഈ 73 പുസ്തകങ്ങളിൽ 7 പുസ്തകങ്ങൾ വിജ്ഞാനപ്രദങ്ങളായ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയും ജീവിത പരിജ്ഞാനം കുറവായിട്ടുള്ളവർക്കും വേണ്ടിയുമാണെന്ന് സഭാപ്രസംഗകൻ എന്ന് അറിയപ്പെടുന്ന ആ ഗുരുവര്യൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. നമുക്കിനി പുതിയ നിയമത്തിലേക്ക് ഒന്ന് കടന്നു നോക്കാം. പുതിയ നിയമത്തിൽ ഒരു യുവാവ് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അവൻ ധനവാനായിരുന്നു. ആ ധനികനായ യുവാവ് വന്ന് യേശുവിനോട് ചോദിക്കുന്നത് നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്നതാണ്. യേശു അവനോട് ചോദിക്കുന്നു, നീ കൽപ്പനകളെല്ലാം പാലിക്കുന്നുണ്ടോ? ഞാൻ എൻ്റെ ശൈശവം മുതൽ എല്ലാ കൽപ്പനകളും ഞാൻ പാലിക്കുന്നുണ്ട് എന്നാണ് അവൻ ഉത്തരം പറയുന്നത്. പക്ഷേ യേശു അവനിൽ ഒരു കുറവ് കാണുകയാണ്. അവൻ ധനവാനായിരുന്നു. യേശു അവനോട് പറയുന്നു, നിന്റെ സമ്പാദ്യം എല്ലാം ദരിദ്രർക്ക് കൊടുത്തിട്ട് നീ എന്നെ അനുഗമിക്കുക എന്ന്. അവൻ വിഷാദത്തോടുകൂടി നടന്നു നീങ്ങുകയാണ്. അവൻ്റെ ആധിക്യമാണ് അവിടെ ഒരു കുറവായിട്ട് യേശു കാണുന്നത്. അവൻ്റെ ആധിക്യം സമ്പാദ്യമായിരുന്നു. അത് പിന്നെ അവൻ്റെ ജീവിതത്തിലേക്ക് ഒരു ട്രാജഡിയായി മാറുകയാണ്. ഇന്നത്തെ യുവാക്കളുടെ ജീവിതവും ഏകദേശം ഇതേപോലെ തന്നെയാണ്. ഒത്തിരി അധികങ്ങളുടെ, ഒത്തിരി ഉള്ളായ്മകളുടെ ഇടയിൽ ജീവിക്കുന്നവരാണവർ. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് അവരുടെ ഒരു കുറവ് എന്നാണ് എനിക്ക് തോന്നുന്നത്. യേശുവിൻ്റെ ഹൃദയത്തെ, ആ നെഞ്ചിടിപ്പുകളെ ധ്യാനിച്ച് ആ ധ്യാനത്തെ വാക്കുകളാക്കി മാറ്റിയ ശിഷ്യനാണ് യോഹന്നാൻ. ആ സ്നേഹം അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് അദ്ദേഹം എഴുതിയ കത്തുകൾ, അദ്ദേഹം എഴുതിയ സുവിശേഷം സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ്. യുവാക്കളെക്കുറിച്ച് പുതിയ നിയമത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് ചെല്ലുകയാണെങ്കിൽ നമ്മൾ എത്തിപ്പെടുന്നതും ഈ യോഹന്നാൻ എഴുതിയ 1-ാമത്തെ ലേഖനത്തിലേക്കായിരിക്കും. യോഹന്നാൻ പ്രത്യേകം പറയുന്നുണ്ട്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്രോച്ചാണ് അവിടെ ഉള്ളത്. യോഹന്നാൻ യുവാക്കളെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: യുവാക്കളെ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുവിൻ, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്, നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു എന്ന്. ദുഷ്ടനെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് പിശാചിൻ്റെതായിട്ടുള്ള പല തന്ത്രങ്ങളിൽ നിന്നും അവർ വിമുക്തരായിരിക്കുന്നു. ദൈവത്തെ അവർ അനുഭവിച്ച് ആ സ്നേഹം അനുഭവിച്ചതുകൊണ്ട്. ഇന്നത്തെ യുവാക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഉപദേശം തന്നെയാണത്. യുവാക്കൾക്ക് നമ്മൾ മറ്റുപദേശമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉപദേശിച്ച് നമുക്ക് അവരെ നന്നാക്കാം എന്ന എന്തെങ്കിലും ഒരു ചിന്തയുണ്ടെങ്കിൽ അത് മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് നന്മ, ഇതാണ് തിന്മ എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടെന്ന് ഇന്നത്തെ യുവാക്കൾക്ക് അറിയാം നന്മ ഏതെന്നും തിന്മ ഏതെന്നും, ഇരുളേത് പ്രകാശമേത്, നെറിവേത് നെറിവ് കേടേത് എന്നുള്ള കാര്യം അവർക്കറിയാം.
ഈ നിസ്സാരമായ പൈസ കൊടുത്ത് ലഭിക്കുന്ന പാൻപരാഗ് അത് ഒരുവനെ ഏറ്റവും മാരകമായ ശാരീരികമായ വേദനകളിലേക്ക് എത്തിക്കും. ക്യാൻസർ എന്ന ആ രോഗത്തിലേക്ക് എത്തിക്കുമെന്ന കാര്യം യുവാക്കൾക്കറിയാം. എന്നിട്ടും അത് അവരുപയോഗിക്കുന്നു. ആചാരമാകട്ടെ, ആഘോഷമാകട്ടെ, സന്തോഷമാകട്ടെ, സന്താപമാകട്ടെ, ജനനമാകട്ടെ, മരണമാകട്ടെ, എല്ലാത്തിലും ഇത്തിരി മദ്യം കൂടി ചേർക്കണം എന്ന ഒരു മനോഭാവം ഇന്നത്തെ യുവാക്കളിൽ ഉണ്ട്. അതെല്ലാം എത്തിക്കുന്നത് തൻ്റെ നാശത്തിലേക്കും കുടുംബത്തിൻ്റെ തകർച്ചയിലേക്കുമാണെന്നുള്ള കാര്യം നമ്മുടെ യുവാക്കൾക്കറിയാം. പക്ഷേ എന്തുകൊണ്ട് അവർ ചെയ്യുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഒരു രസത്തിനോ ഒരു സന്തോഷത്തിനോ ഒന്ന് കൂടുന്നതിന് വേണ്ടിയോ എന്നൊക്കെ പറയും. പക്ഷെ ആത്യന്തികമായിട്ട് നമ്മൾ അതൊന്ന് വിചിന്തനം ചെയ്ത ഒരു വിശകലനം ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും എന്താണ് കാരണമെന്ന്. നമ്മൾ മനുഷ്യർ ശൈശവകാലം മുതൽ നമ്മൾക്ക് ഒരു അന്വേഷണാത്മകതയുണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ നമ്മൾ അന്വേഷിക്കുകയാണ്, പലതും അന്വേഷിക്കുന്നു. അതെന്താണ്, ഇതെന്താണ് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട്. ഈ ഒരു അന്വേഷണാത്മകത അതിൻ്റെ വഴിത്തിരിവിലെത്തുന്നത് യുവത്വത്തിലാണ്. അങ്ങനെ ഈ യുവത്വത്തിൽ അതിൻ്റെ വഴിത്തിരിവിലെത്തിയപ്പോൾ അവൻ അറിയാതിരുന്ന സത്യത്തെയും അവൻ കാണാതിരുന്ന സൗന്ദര്യത്തെയും അവൻ അനുഭവിച്ചറിയാതിരുന്ന നന്മയെയും അറിയുന്നതിന് വേണ്ടി ആ സത്യത്തെയും ആ സൗന്ദര്യത്തെയും ആ ശിവം നന്മ ഇതിനെയും അറിയുന്നതിന് വേണ്ടി അവൻ ചെയ്യുന്ന പല ശ്രമങ്ങളുമാണ്, അവൻ നടത്തുന്ന പല ശ്രമങ്ങളുമാണ് ഇതേപോലെയുള്ള മയക്കമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിന്നാലെ അവർ പോകുന്നത്. ആ ശൈശവം മുതലുള്ള അന്വേഷണാത്മകത അതിൻ്റെ ഒരു വഴിത്തിരിവിലെത്തുകയാണത്. പക്ഷെ യഥാർത്ഥമായ സത്യം, യഥാർത്ഥമായ സൗന്ദര്യം, യഥാർത്ഥമായ നന്മ, അത് സത്യം ശിവം സുന്ദരം, അതെല്ലാം എത്തപ്പെടുന്നത് ദൈവത്തിൽ തന്നെയാണ്. ചില യുവാക്കൾ അവരുടെ യുവത്വത്തിൽ അത് മനസ്സിലാക്കുകയും അതനുസരിച്ച് പോകുമ്പോൾ ചിലർ വഴിതെറ്റി പോവുകയാണ്. അവർ അതന്വേഷിച്ച് പോകുന്നത് മദ്യത്തിലും മയക്കമരുന്നിലായിരിക്കും. അങ്ങനെ എത്തപ്പെടുന്നവർ എന്താ സംഭവിക്കുന്നത്? ഈ തുറമുഖങ്ങളിൽ നിന്ന് അങ്കൂരമിട്ട് കിടക്കുന്ന കപ്പലുകളുണ്ട്. ആ കപ്പലുകളിൽ ചില പക്ഷികൾ വന്ന് കൂടുകൂട്ടും. കപ്പലുകൾ മാസത്തോളം ഈ തുറമുഖങ്ങളിൽ ഉണ്ടാകും. പക്ഷെ അവിടെ ഈ കിളികൾ കൂടുകൂട്ടുകയാണ്. ഒരു സുപ്രഭാതത്തിൽ കിളി തൻ്റെ കൂട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ചുറ്റും വെള്ളമാണ്. കപ്പൽ തുറമുഖം വിട്ടു പോയി കഴിഞ്ഞിരുന്നു. അത് ഉദ്യോഗത്തോടുകൂടി തൻ്റെ പതിവ് സങ്കേതങ്ങളിൽ എത്താൻ വേണ്ടി പറക്കും. പക്ഷെ പറ്റില്ല, അത് വീണ്ടും തിരിച്ചു വന്ന് ആ കപ്പലിൽ തന്നെ കൂടുകൂട്ടും. പിന്നെ എങ്ങോട്ടാണ് ഈ കപ്പൽ ഈ കിളികളെ കൊണ്ടുപോകുന്നത് എന്ന് ആ കിളിക്ക് പോലും അറിയില്ല. അത് ഏതോ ഒരു നാശത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യും. അതുപോലെയാണ് നല്ല ശതമാനത്തോളം യുവാക്കൾ മദ്യത്തിൻ്റെയും മയക്കമരുന്നിൻ്റെയും എല്ലാം പിന്നാലെ പോകുമ്പോൾ സംഭവിക്കുന്നത്. അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവരുടെ ജീവിതം അങ്ങ് അകന്നു പോകുന്നത് കാണാൻ സാധിക്കും. ഇന്നത്തെ യുവാക്കൾക്ക് വേണ്ടത് സാമീപ്യവും അവരെ മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ചില സൗഹൃദങ്ങളുമാണ്. ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുവാൻ പറ്റുന്ന രീതിയിലുള്ള അധ്യാപകരോ രക്ഷകർത്താക്കളോ സുഹൃത്തുക്കളോ ഉണ്ടെങ്കിൽ യുവത്വം സമൂഹത്തിന് നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ സാധിക്കും എന്നതാണ്. ഞാൻ നിന്നെ മനസ്സിലാക്കുന്നു, അതിലുപരിയായിട്ട് നിന്നെ അറിയുകയും നിന്നെ സ്നേഹിക്കുകയും ചെയ്യുന്ന പിതാവായ മാതാവായ ദൈവമുണ്ടെന്നും നിനക്ക് താങ്ങായും നിനക്ക് തണലായും ഞങ്ങളുണ്ടെന്നുമെന്നും ഒരു മാതാപിതാവിനോ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾക്കോ അല്ലെങ്കിൽ അധ്യാപകർക്കോ അല്ലെങ്കിൽ സുഹൃത്തിനോ പറയുവാൻ സാധിക്കുകയാണെങ്കിൽ അത് ഒരു യുവാവിൻ്റെ ജീവിതത്തിൽ വഴിത്തിരിവായി മാറും. അവൻ നന്മയുടെ വഴികളിലൂടെ സഞ്ചരിക്കുകയും ചെയ്യും എന്നതാണ്. അവർ മെയ് മാസത്തിൽ പൂത്തു നിൽക്കുന്ന ഈ ഗുൽമോഹർ എന്ന ആ മരത്തെ പോലെ മനോഹാരിതയുണ്ടാക്കും. നല്ല ചൂടുള്ള അന്തരീക്ഷമാണെങ്കിൽ പോലും ഗുൽമോഹർ പൂത്ത് നിൽക്കുമ്പോൾ അത് തണലാണ്, അത് കാഴ്ചയ്ക്ക് ഭംഗിയാണ്. അതേപോലുള്ള അനുഭവമായി നമ്മുടെ യുവത്വം മാറും എന്നതാണ്. ഇന്നത്തെ യുവാക്കൾക്ക് വേണ്ടത് ഒരു യഥാർത്ഥമായ ഒരു ഇടയസങ്കല്പം തന്നെയാണ്. ഒരു ദണ്ഡും കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നിൽ നടക്കുന്ന ഒരു ഇടയനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ആടുകളെ അറിയുകയും
അവരുടെ പേര് ചൊല്ലി വിളിക്കുകയും അവർക്ക് വേണ്ടി ജീവൻ നൽകുകയും ചെയ്യുന്ന ഒരു ഇടയൻ. ആ ഒരു ഇടയ സങ്കല്പം അത് യേശുവിൽ നമുക്ക് കാണുന്നുണ്ട്. യേശു അത് വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. തൻ്റെ കൂടെ ഉണ്ടായിരുന്നവൻ അവൻ ഇപ്പോൾ ശത്രുപക്ഷത്തിലേക്ക് മാറി. അത് യൂദാസാണ്. അവൻ ശത്രുപക്ഷത്തിലേക്ക് മാറിയതിന് ശേഷം സർവ്വസന്നാഹങ്ങളോടുകൂടി യേശുവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്നൊരു രംഗമുണ്ട്. യേശു അപ്പോൾ എന്താണ് ചെയ്യുന്നത്? തൻ്റെ 11 ശിഷ്യന്മാർ മാത്രം കൂടെ ഉണ്ടായിരുന്ന സമയമാണത്. യേശു ആ 11 ശിഷ്യന്മാരെയും മാറ്റി നിർത്തി എന്നിട്ട് മുന്നിൽ വരികയാണ്. നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുന്നു. പടയാളികളും അവനെ വധിക്കുവാൻ ആഗ്രഹിക്കുന്നവരും കൂടി പറഞ്ഞു, ഞങ്ങൾ നസ്രായനായ യേശുവിനെ അന്വേഷിക്കുന്നു. യേശു പറഞ്ഞു, അത് ഞാനാണ്. നിങ്ങൾക്ക് എന്നെയാണ് വേണ്ടതെങ്കിൽ എന്നെ കൊണ്ടുപോയിക്കൊള്ളുക. ഇവരെ വെറുതെ വിടണം എന്ന് പറയുന്നു. ശിഷ്യന്മാരെയാണ് പറയുന്നത്. ഇതാണ് യഥാർത്ഥമായ സൗഹൃദം. സംരക്ഷിക്കുകയും സംരക്ഷണമാകുകയും ചെയ്യുന്ന ഒരു സൗഹൃദമാണത്. ഈ ഒരു സൗഹൃദം നമ്മുടെ യുവാക്കളുടെ ഇടയിൽ ഉണ്ടാകണം. സഹവർത്തിത്വത്തിൽ പകയും മാത്സര്യവും ഉള്ള ഈ കാലയളവിൽ സൗഹൃദം എന്നത് സംരക്ഷണമാവുകയാണ്, അല്ലെങ്കിൽ സ്വയം എൻ്റെ സഹോദരന് വേണ്ടി ജീവൻ നൽകുവാനുള്ള മനോഭാവം ഉണ്ടാവുകയാണ്. ആ ഒരു ആത്മീയതയിലേക്ക് നമ്മൾ നമ്മുടെ യുവാക്കളെ വളർത്തിക്കൊണ്ട് വരണം. അല്ലെങ്കിൽ മറ്റ് പല യുവാക്കളുടെ ഇടയിലും കാണുന്നത് പോലെ മാത്സര്യവും പകയും അതാണ് മൂല്യമെന്ന രീതിയിലും അതിലൂടെ മാത്രമേ ജീവിത വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിലും യുവാക്കൾ വളരുവാൻ തുടങ്ങും. അതല്ല, ജീവൻ നൽകുന്ന ഇടയനായി മാറണം. പരസ്പരം അറിയുന്ന ഇടയന്മാരായി മാറണം. പരസ്പരം യഥാർത്ഥ സൗഹൃദം നൽകുന്ന ഇടയന്മാരായി എല്ലാവരും മാറണം. ആ ഒരു തലത്തിലേക്കാണ് എല്ലാ യുവാക്കളും വിളിച്ചിരിക്കുന്നത്. ആ ഒരു തലം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഓരോ മാതാപിതാക്കളുടെയും ഓരോ അധ്യാപകന്റെയും ഓരോ സുഹൃത്തുക്കളുടെയും വിളി എന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇനി ചില യുവാക്കളുണ്ട് കേട്ടോ. ചില യുവാക്കൾ അവർക്ക് നമ്മൾ ഈ പറയുന്ന യുവത്വത്തിന്റെ ത്രില്ല് അവർ അനുഭവിച്ചിട്ടുണ്ടോ എന്ന കാര്യം സംശയമാണ്. അകാലത്തിൽ കുടുംബത്തിന്റെ നെടുംതൂണായിരുന്ന പിതാവ് മരിച്ചുപോയി കഴിഞ്ഞപ്പോൾ കുടുംബത്തിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് ആ കുടുംബത്തിനെ എങ്ങനെയെങ്കിലും കയറ്റിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന യുവാക്കളെ നമ്മളുടെ ഈ സമൂഹത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഈ കൊച്ചി പരിസരത്ത് കാണാൻ സാധിക്കും. നമ്മുടെ വീടുകളിലേക്ക് ചെന്നാൽ മതി. അവർക്ക് നമ്മൾ ഈ പറയുന്ന യുവത്വത്തിന്റെ ത്രില്ലൊക്കെ എവിടെയാണ് ഉള്ളത്? അവരുടെ ഉള്ളിൽ എങ്ങനെയെങ്കിലും അവരുടെ വീട്, അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരന്മാർ അവരെ എങ്ങനെയെങ്കിലും വളർത്തിക്കൊണ്ടുവരണം. അവരുടെ നന്മയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന യുവാക്കളെ നമുക്ക് കാണാൻ സാധിക്കും. ആ യുവാക്കളോട് സത്യം പറഞ്ഞാൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അവരുടെ ഹൃദയമൊന്ന് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഹൃദയത്തിൽ അവരുടെ വീട് മാത്രമാണ്, അവർ സ്നേഹിക്കുന്നവർ മാത്രമാണ്. അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി യുവാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവരുടെ ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവരുടെ താങ്ങായിരുന്ന ചിലപ്പോൾ അപ്പച്ചനായിരിക്കാം, ചിലപ്പോൾ അമ്മച്ചിയായിരിക്കാം ആ കാലത്തിൽ അവരിൽ നിന്നും വിട്ടുപോയത്. അത് കാരണമായിരിക്കാം ചിലപ്പോൾ അവർക്ക് ഈ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നതും യൗവനത്തിൽ തന്നെ. അവരോട് പറയുകയാണ്, മുന്നോട്ട് പോവുക. നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചത് മൂന്നാമത് ചെയ്ത ഒരു കൈയുടെ അനീതിയല്ല. അത് ദൈവത്തിന്റെ ഒരു പ്രത്യേക പരിഗണനയുടെ ഭാഗമാണത്. നിന്റെ ജീവിതം ചിലപ്പോൾ ഒരു മരുഭൂമിയായി അനുഭവപ്പെടാം. പക്ഷെ മുന്നോട്ട് തന്നെ പോവുക. നിനക്കായി മാത്രം ഉയർത്തിയിരിക്കുന്ന ഒരു ആഗ്നേയ സർപ്പം, മരുഭൂമിയിൽ ഒരു ആഗ്നേയ സർപ്പം ഉണ്ടായിരുന്നു. ആ ആഗ്നേയ സർപ്പം നിനക്കായി മാത്രം. അതിൽ നോക്കുമ്പോൾ രക്ഷപ്രാപിച്ച ഒരു ജനതയുണ്ടായിരുന്നു. അത് നിനക്കായി മാത്രം ഉണ്ടാകും. മുന്നോട്ട് നടക്കുക. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഇങ്ങനെയുള്ള യുവാക്കൾക്കായി ഉണ്ടാകും. ഒപ്പം വഴിതെറ്റിപ്പോകുന്നവർക്ക് ഓർക്കുക, അലയുന്നവരെയും അവൻ കാത്തിരിക്കുന്ന ഒരു പിതാവായ ദൈവമുണ്ട്. ആ പിതാവായ ദൈവത്തെയും അറിയുവാനും ആ പിതാവിൻ്റെ സന്നിധിയിലേക്ക് എത്തുവാനും ഓരോ യുവാക്കൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും
സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആത്മീയ വസന്തം. വ്യാവസായിക വിപ്ലവവും പുതിയ കണ്ടുപിടുത്തങ്ങളും ലോക ചരിത്രത്തെ മാറ്റിമറിക്കുന്ന കാലം. വിശ്വാസവും ആത്മീയ മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെട്ട കാലം. ഇറ്റലിയുടെ ഏകീകരണവും ഇക്കാലത്ത് തന്നെ നടന്നു. എന്നാൽ യൂറോപ്പിലുടനീളം അരാജകത്വത്തിന്റെ കരിനിഴൽ വീണു. ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും എങ്ങും അസമാധാനത്തിന്റെ വിത്ത് വിതച്ചു. യുവജനങ്ങളും കുട്ടികളും വിവിധ വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി തേടിയെത്തി. തൊഴിലുടമകൾ അവരെ ചൂഷണം ചെയ്തു. യുവാക്കൾ സദാചാരബോധമോ സന്മാർഗശീലമോ ഇല്ലാതെ നശിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് ദൈവം ഒരു മനുഷ്യനെ അയച്ചു. ഇറ്റലിയിലെ ബെക്കി എന്ന സ്ഥലത്ത് 1815 ഓഗസ്റ്റ് 16 ജോൺ ബോസ്കോ ഭൂജാതനായി. ഫ്രാൻസിസ് മാർഗരറ്റ് ദമ്പതികൾക്ക് ജനിച്ച ഈ കുഞ്ഞിന് അന്ന് വീട്ടിൽ ധാരാളം ജോലികൾ ചെയ്യേണ്ടി വന്നു.
അതിനാൽ പ്രാഥമിക വിദ്യാഭ്യാസം ലഭിച്ചില്ല. എങ്കിലും അവിടുത്തെ ഇടവക വികാരി അവനെ പഠിപ്പിക്കുവാനുള്ള ചുമതല ഏറ്റെടുത്തു. ചെറുപ്പത്തിലെ തന്നെ ജോൺ ബോസ്കോ എല്ലാ കാര്യങ്ങളിലും സമർത്ഥനായിരുന്നു. ജോലികളിൽ മാത്രമല്ല, വിനോദ പരിപാടികളിലും ബോസ്കോയെ ജയിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. 1841 ജൂൺ 5 ജോൺ ബോസ്കോ ഒരു വൈദികനായി അഭിഷിക്തനായി. വിശുദ്ധന്റെ ഹൃദയം യുവജനങ്ങൾക്കു വേണ്ടി തുടിക്കുകയായിരുന്നു. കഫാസോ എന്ന മറ്റൊരു വൈദികനുമൊത്ത് ജയിലുകളും വ്യവസായ കേന്ദ്രങ്ങളും സന്ദർശിച്ച് യുവജന പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാൻ ഡോൺ ബോസ്കോ തയ്യാറെടുത്തു. 1841 ഡിസംബർ 8 മാതാവിന്റെ തിരുനാൾ ദിനത്തിൽ ഡോൺ ബോസ്കോ ദിവ്യബലിക്കായി ഒരുങ്ങുകയായിരുന്നു. പള്ളിയിലെ കപ്പ്യാർ ഒരു കുട്ടിയെ വഴക്കു പറയുന്നത് കേട്ട് ഡോൺ ബോസ്കോ അങ്ങോട്ട് ചെന്നു. അവനെ തന്റെ അടുത്തേക്ക് വിളിച്ച് ഡോൺ ബോസ്കോ അവനുമായി സംഭാഷണം ആരംഭിച്ചു. ബെർത്തലോമിയോ എന്നു പേരുള്ള ആ കുട്ടിയായിരുന്നു ഡോൺ ബോസ്കോ ആരംഭിച്ച ഓറട്ടറിയിലെ ആദ്യത്തെ അംഗം. അവൻ പിന്നീട് തന്റെ കൂട്ടുകാരെ കൊണ്ടുവന്നു. അങ്ങനെ ഓറട്ടറിയിലെ കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. അവർ പല സ്ഥലങ്ങളിൽ ഒന്നിച്ചുകൂടുകയും ഉല്ലസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ആയിരത്തി 1846 വൽദോക്കോ എന്ന സ്ഥലത്ത് അവർക്ക് സ്വന്തമായി ഒരു ഇടം കിട്ടി. പിന്നീട് അനാഥരായ കുട്ടികൾക്കു വേണ്ടി ഡോൺ ബോസ്കോ ഒരു ആലയം തുടങ്ങി. നിരവധി കുട്ടികൾ അവിടെ അന്തേവാസികളായി. ഡോൺ ബോസ്കോയുടെ ജീവിതത്തിൽ ആകൃഷ്ടരായ യുവാക്കളെ ചേർത്ത് ഒരു പുതിയ സന്യാസ സഭ ആരംഭിക്കുവാൻ ഇദ്ദേഹം തീരുമാനമെടുത്തു. വിശുദ്ധ ഫ്രാൻസിസ് സാലസിന്റെ ബഹുമാനാർത്ഥം സലേഷ്യൻ സഭ എന്ന തന്റെ പുതിയ സഭയ്ക്ക് ഇദ്ദേഹം പേര് നൽകി. പിന്നീട് സ്ത്രീകൾക്കു വേണ്ടി ക്രിസ്ത്യാനികളുടെ സഹായമായ മാതാവിന്റെ പുത്രികൾ എന്ന സന്യാസ സഭയും ഇദ്ദേഹം ആരംഭിച്ചു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറിമാരായി തന്റെ സഭാംഗങ്ങൾ പോകണമെന്നായിരുന്നു വിശുദ്ധ ഡോൺ ബോസ്കോയുടെ സ്വപ്നം. ഇതനുസരിച്ച് ആരും കടന്നു ചെല്ലാൻ ധൈര്യപ്പെടാത്ത സ്ഥലങ്ങളിലേക്ക് ഡോൺ ബോസ്കോ സലേഷ്യൻ മിഷണറിമാരെ അയച്ചു. യുവജനങ്ങളുടെ സുഹൃത്തായ ഈ മഹാവിശുദ്ധന്റെ തിരുനാൾ ജനുവരി 31 തിരുസഭ കൊണ്ടാടുന്നു. ആത്മീയതയുടെ നിറവിൽ അനുഗ്രഹദായക നിമിഷം ആത്മീയ വസന്തം.